നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ TCS, നമ്മളൊക്കെ അഭിമാനത്തോടെയാണ് TCSൽ ജോലിക്കാരാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ ഒരു BPOയിൽ നടന്ന ഒരു സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അവിടെ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും മതം മാറ്റം നടത്തുകയും ഒക്കെ ചെയ്തൊരു സംഭവം പുറത്തു വരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ അത് വാർത്തയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട്. ഈ മാധ്യമം എന്ന് പറയുന്നത് അവർക്കിഷ്ടമുള്ള വാർത്ത കൊടുക്കാനുള്ളതല്ല. ചാനലുകളും പത്രങ്ങളും ഒക്കെ, ചാനലുകൾ നമ്മുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേരളത്തിൽ ഒന്ന് പുറത്തു വരുന്നില്ല, രണ്ട് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതെ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടന്നത്, എന്തൊക്കെയാണ് എന്ന് വിശദമായി തന്നെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതറിയണം. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് ചർച്ചാ വിഷയമാണ്, പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് പ്രശാന്തിന് ഈ വിഷയത്തിലുള്ള അറിവ്? ശ്രീല ചൂണ്ടിക്കാട്ടിയ ആദ്യത്തെ പ്രശ്നം, ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല, ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ലോകത്ത് എവിടെ നടക്കുന്ന ഏത് സംഭവവും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മം നിറവേറ്റാതെ, വസ്തുതകളെ വസ്തുതകളായി ജനങ്ങളിൽ എത്തിക്കാതെ മാധ്യമങ്ങൾ ഒളിച്ചു കളിക്കുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ. അതിനൊരു പ്രധാന കാരണം, ഈ വിഷയത്തിൽ ഒരു പ്രത്യേക സമുദായത്തെ കുറ്റപ്പെടുത്തേണ്ടി വരുന്നു. ഇത് വാസ്തവത്തിൽ സമുദായത്തെ കുറ്റപ്പെടുത്തുന്നതാണ്. ഇതൊരു ഭീകരപ്രവർത്തനമാണ്. അതായത് ഈ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒക്കെ മതപരിവർത്തനം ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഭീകരപ്രവർത്തനമാണ്, ഒരു സംശയവുമില്ല. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതാണ്, ഈ വാള് കഴുത്തിൽ വെച്ച് അല്ലെങ്കിൽ കത്തി കഴുത്തിൽ വെച്ച് ബലമായിട്ട് ആൾക്കാരെ മതം മാറ്റുന്നു. നമ്മൾ മലബാർ ലഹളയിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, പലപ്പോഴും ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ, ജനാധിപത്യ ഇന്ത്യയിൽ, മതേതര ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഒരുപക്ഷെ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ നടന്നിരിക്കും. പക്ഷേ ഈ ഇസ്ലാം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന രാജ്യങ്ങളിൽ പോലും, ആ രാജ്യത്ത് പോലും അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. ഇപ്പോൾ ശക്തമായ നിയമങ്ങളുണ്ട്. അവിടുത്തെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും ജനാധിപത്യ മാർഗത്തിലാണ്, അല്ലെങ്കിൽ ജനാധിപത്യ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഷ്കൃത സമൂഹമായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ കൊടിയ ദാരിദ്ര്യവും വിദ്യാഭ്യാസമില്ലായ്മയും ഒക്കെ കൊണ്ട് നട്ടം തിരിയുന്ന ഇതുപോലെയുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശും പോലെയുള്ള ചില അപൂർവം രാജ്യങ്ങളിൽ ഇത് നടന്നേക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അതായത് ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ, വാഗ്ദാനങ്ങൾ കൊടുത്തും പ്രണയത്തിൽപ്പെടുത്തിയും ഒക്കെ മതം മാറ്റുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് മറ്റതിന് ബദലാണ്. അതായത് കഴുത്തിൽ കത്തിവെച്ച് ഭയപ്പെടുത്തി മതം മാറ്റുന്നതിന് പകരം ഈ ആധുനിക കാലത്ത് അതിനെ പറയുന്നത് ഈ തക്കിയ എന്നാണ് പറയുന്നത്. അതായത് വളരെ സ്നേഹത്തോടെ, വളരെ സൗഹൃദത്തോടെ, അഭിനയിച്ചുകൊണ്ട് ഒക്കെ ആൾക്കാരെ പതുക്കെ ബന്ധം സ്ഥാപിച്ച് അങ്ങനെ പതുക്കെ ഈ മതത്തിന്റെ ശ്രേഷ്ഠതകളൊക്കെ പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആദ്യം ചോദ്യം ചെയ്യുന്നത് മതവിശ്വാസത്തെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും, ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു മതപ്രബോധനങ്ങൾ അവരുടെ ക്ലാസ്സുകളിൽ നടക്കുന്നുണ്ട്. ഹിന്ദുവിന് അങ്ങനെ ഒരു ഏകീകൃത രൂപമില്ല. ഹിന്ദു എന്താണെന്ന് ഹിന്ദുവിന് അറിയാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയെ, തീർച്ചയായും ആ അജ്ഞതയെ ചൂഷണം ചെയ്താണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം. അതിന് ആദ്യം, സത്യത്തിൽ ഇതിന് മാറ്റാൻ ആദ്യം ചെയ്യേണ്ടത് വീടുകളിൽ നിന്ന് ഹിന്ദു എന്തെന്നറിയാനുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ല, അതെല്ലാം അതിന്റെ പരിഹാര മാർഗങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ അങ്ങനെ ഇതൊരു ഭീകര പ്രവർത്തനമാണ്. ഇത് കുറച്ച് ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ഇസ്ലാം വിശ്വാസികളും അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ രാവിലെ ഇതും എടുത്ത് ഖുറാനും കയ്യിലെടുത്ത് മതം മാറ്റാൻ ഇറങ്ങുന്നവരൊന്നുമല്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. അവരവരുടെ വിശ്വാസമുണ്ട്. അവർക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാനുള്ള അവരുടെ മാർഗം. ഇനി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെ വിശ്വാസികൾ, അത്ര തീവ്രമായ വിശ്വാസികളല്ലാത്ത അവരൊക്കെ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. ഇതൊരു ചെറിയ സമൂഹമെങ്കിലും ഇതിനകത്ത് ഇത്തരത്തിൽ അതിശക്തമായ ഈ മതഭ്രാന്ത് പിടിപെട്ട ആൾക്കാരുണ്ട്. അതൊരു ചെറിയ സമൂഹമാണെങ്കിൽ അത് വലിയ അപകടമാണ്. അത് ഭാവിയിൽ ഒരു വലിയ സമൂഹമായി മാറും. ഇവിടെ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല?
കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ കാര്യം കൂടി പറഞ്ഞിട്ട് ഇവിടെ രണ്ട് വിഭാഗക്കാരും, ക്രിസ്ത്യൻ വിഭാഗക്കാരും മുസ്ലിം വിഭാഗക്കാരും മതപരിവർത്തനം നടത്തുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗക്കാർ മതപരിവർത്തനം നടത്തുമ്പോൾ അത് വലിയ രീതിയിൽ ദ്രോഹം ചെയ്യുന്നില്ല, ഭീകര പ്രവർത്തനത്തിന് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതുള്ളൂ. അത് അവരെ ആളെ കൂട്ടാൻ വേണ്ടിയാണ്, അവരുടെ ആ മതത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയാണ് മതപരിവർത്തനം നടത്തുന്നത്. പക്ഷെ ഇപ്പം മതപരിവർത്തന നിരോധന നിയമം നിലവിൽ വന്നതോടുകൂടി അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്ന് വരുന്നതോടുകൂടി അതിനൊരു മാറ്റം ഉണ്ടാകും. അതുമൊക്കെയാണ് FCRI ബന്ധപ്പെട്ട് ഈ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ തന്നെയാണ് FCRI, കാരണം പണം അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മുസ്ലിങ്ങളുടെ അങ്ങനെയല്ല. മുസ്ലിംസ് മതപരിവർത്തനം നടത്തിയാൽ 99% ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ അനുഭവം. അപകടം. ഇവിടെ ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഒരു കാര്യം ചോദിച്ചല്ലോ. അവർക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ നിയന്ത്രിക്കുന്നത് പലരും ഈ ഗ്രൂപ്പുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളവരാണ്. ഇവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എത്ര ദൃശ്യമാധ്യമങ്ങളുണ്ട്. നമുക്ക് ഇത് തുടങ്ങിയത് ഏഷ്യാനെറ്റാണ് 91-92 കാലത്ത്. ആ ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ ഏഷ്യാനെറ്റിനോടൊപ്പം പിന്നീട് വന്നത് സൂര്യ TV, പിന്നീട് ഒരു മുഴുവൻ സമയ ന്യൂസ് ചാനലായിട്ട് ഇന്ത്യ വിഷൻ. അങ്ങനെ വളരെ കുറച്ച് ചാനലുകളേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിൽ നമ്മളൊരു 2010 ശേഷം കണക്കെടുത്ത് നോക്കിയാൽ ഒരുപാട് ചാനലുകളുടെ പ്രളയമാണ്. ഇതിനും മാത്രം നമുക്കറിയാലോ, ഒരു ചാനൽ തുടങ്ങണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം, അത് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ എത്ര ചെലവുണ്ട്, ഇതിന് എവിടുന്ന് പണം വരുന്നു? പല മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇത്തരത്തിലുള്ള ബന്ധം ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതെ, കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇതിന്റെ പലരുടെയും ഷെയറുകൾ വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ചൊല്ലി കേസുണ്ട്, പണം വന്നിട്ടുണ്ട് അവിടേക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ അടക്കം. അപ്പോ ഇത് ഈ പറഞ്ഞ മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളെ പലതിനെയും നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള പണമാണ്. ഈ കറുത്ത പണമാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാത്തത്. അതേസമയം ശ്രീല ഓൺലൈൻ എടുത്തു നോക്കൂ, ഡിജിറ്റൽ മീഡിയ എടുത്തു നോക്കൂ, ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നില്ലേ? അവിടെ അവർക്കിത് പ്രശ്നമല്ല. കാരണം അവരെ സംബന്ധിച്ച് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുക, പരമാവധി ആൾക്കാരെ കാണുന്നതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. അതുകൊണ്ട് അവർക്കിതൊരു വിഷയമേ അല്ല, അവരിത് റിപ്പോർട്ട് ചെയ്യും. അത് ഏത് ഞാൻ പറയുന്നത് ആര് ചെയ്താലും അതിന് ജാതിയും മതമൊന്നുമില്ല. എവിടെ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടാലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഈ ഇരട്ടത്താപ്പ് വന്നതിന്റെ പ്രധാന കാരണം ഫണ്ടിങ് ആണ്. അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായതേ, ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം യൂട്യൂബ് റവന്യൂ കൊണ്ടാണ് പോകുന്നത്. അത് യൂട്യൂബിലെ അവർ കൊടുക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇത്തരം കണ്ടന്റുകളൊന്നും അല്ല കേട്ടോ, പൈങ്കിളി കണ്ടന്റുകൾ. ചില ഓൺലൈൻ ചാനലുകളുടെ കണ്ടന്റുകൾ കണ്ടാൽ, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓൺലൈനുകളിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ കണ്ടന്റുകൾ കാണാൻ സാധിക്കും. ഞാൻ പലയിടത്തും, ഇപ്പൊ ന്യൂസ് 18 ഉണ്ട്, അങ്ങനെയല്ല 24 ന്യൂസ് 18 ഇപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഈ രേണുസുധിയുടെ വാർത്തയടക്കം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു പാപ്പരത്തം ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിക്കണ്ടേ, അതിനൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ TCSന്റെ വിഷയത്തിലേക്ക് വരാം. ശ്രീല ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ കൃത്യമായ ഉത്തരം പറഞ്ഞു. അടുത്ത TCSൽ ഇത് TCSൽ മാത്രമല്ല, വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ഈ 2008-2009 കാലത്താണ് ലവ് ജിഹാദ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, റോമിയോ ജിഹാദ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഞാൻ ചർച്ചയിൽ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞതാണ്. അന്ന് തൊട്ട് ഈ വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. എനിക്ക് വളരെ കൃത്യമായിട്ട് ഇതിന്റെ പല രീതികൾ അറിയാം. അതായത് പ്രണയം നടിച്ച് ഈ വശീകരിച്ച് പ്രണയത്തിൽ കുടുക്കി പിന്നെ കല്യാണം കഴിക്കേണ്ട സമയമാകുമ്പോൾ മതം മാറ്റുന്ന രീതി. അപ്പോൾ അത് ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കൊരു 2 മതങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമേ വിവാഹം കഴിക്കാൻ പറ്റൂ. അപ്പം ഇവരെന്ത് ചെയ്യും? ഈ പയ്യൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, എൻ്റെ മതം, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആകട്ടെ, അവർ പറയും നമുക്ക് തൽക്കാലം എൻ്റെ മതത്തിൽ ചേർന്നിട്ട് മതാചാര പ്രകാരം കല്യാണം കഴിക്കാം. പിന്നെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ വരുമ്പോൾ നീ പറഞ്ഞാൽ മതി, എനിക്ക് ഈ മതത്തിൽ ചേരാനാണ് ഇഷ്ടം, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മതം മാറിയത്. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാലേ ഉള്ളൂ, വേറെ വലിയ കലാപരിപാടികളൊന്നും അതിനകത്തില്ല. എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കും, കോടതിയിൽ വരും, ഈ പറഞ്ഞതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരും, കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ കൊണ്ടുവരും. കോടതി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ പറയും എനിക്ക് ഈ പയ്യൻ്റെ കൂടെ പോയാൽ മതി, ആനയാണ് ചേനയാണ്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വീട് വിട്ടത്, മതം മാറുന്നത്. എന്നിട്ട് ഇവർ ഈ
ഈ മതാചാരപ്രകാരം വിവാഹം കഴിക്കും. അങ്ങനെ പിന്നെ ഹിന്ദു ആയ പെൺകുട്ടികളുണ്ട്, ക്രിസ്ത്യാനികളായ പെൺകുട്ടികളുണ്ട്, ഇസ്ലാമായ പെൺകുട്ടികളുണ്ട്. ഇതൊക്കെ വളരെ പണ്ട് വളരെ നാമമാത്രമായി മാത്രം നടന്നിരുന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, അവരങ്ങ് ജീവിച്ചു പോകും, കുട്ടികളെ ജനിക്കും. വളരെ അടുത്ത കാലത്ത് കുറച്ച് ആൾക്കാർ അങ്ങനെ 2001 ശേഷം കൃത്യമായിട്ട് പറയാം, 2001 ശേഷം ഇത് വ്യാപകമായ രീതിയിൽ ദുരുപയോഗം ചെയ്തത് ഇസ്ലാം ആണ്. ഈ മുസ്ലിം ചെറുപ്പക്കാര് ഈ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന് കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രമല്ല, നിരവധി മതസംഘടനകൾ. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇതിന് കായികമായ സംരക്ഷണം, അതിനപ്പുറത്ത് ഇതിന്റെ പുറകിൽ ഒരു വൈചാരികമായ ഒരു ഗൂഢ പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള കൃത്യമായി ഈ എന്താ പറയാ മുജാഹിദ് പോലെയുള്ള വിഭാഗങ്ങൾ വളരെ കൃത്യമായി ഇതിന് എല്ലാ വെള്ളവും വളവും കൊടുക്കുന്നുണ്ട്. ഈ കൃത്യമായി ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഇത് പ്രണയത്തിന്റെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് മതം മാറ്റി വിവാഹം കഴിക്കുന്നു. അവിടെ പിന്നെ ഈ പണ്ട് വെറുതെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്നത് മാറിയിട്ട് കൃത്യമായ മത ക്ലാസ്സിൽ പങ്കെടുക്കണം. അത് ആദ്യമൊക്കെ 20 ദിവസം തർബിയത്തുൽ ഇസ്ലാം കോഴിക്കോട് മുഗദാറിൽ അവിടെ പോയി ചെയ്യണം, അല്ലെങ്കിൽ പൊന്നാനിയിൽ പോയി ക്ലാസ് മാറണം. അവിടെ പോകുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇത്ര ദിവസത്തെ 15 ദിവസത്തെ ക്ലാസ്, അല്ലെങ്കിൽ 20 ദിവസത്തെ ക്ലാസ്, അല്ലെങ്കിൽ 1 മാസത്തെ ക്ലാസ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് 40-ലധികം ദിവസത്തെ ക്ലാസ് ആണ്. 2 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ആടിമുടി അവരെ മതം മാറ്റി ശരിക്കും ഒരു മുസ്ലിം ആക്കി, ഭക്ഷണത്തിൽ പോലും മാറ്റം വരുത്തി ഈ ആളിനെ, അതായത് ഒരു വെജിറ്റേറിയനായ പെൺകുട്ടിയാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ നോൺ വെജിറ്റേറിയനായി മാറും. അതെ, എങ്ങനെ മാറ്റണം എന്നുള്ളത് കൃത്യമായ ഒരു ആസൂത്രിത പദ്ധതി അവരുടെ കയ്യിലുണ്ട്. ആ രീതിയിൽ അവരത് മാറ്റിയെടുക്കും. ഇത് 1. 2, ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകുന്നു. അവിടെ ഇത് ഒരു തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരത്തിന് പുറത്ത് പല സ്ഥലത്തുണ്ട്, പാലയിലടക്കം ഉണ്ട്. അവിടെ ഒരു റൂമിൽ 4 കുട്ടികളാണ് താമസിക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഈ 4 പെൺകുട്ടികളിൽ 1-2 മുസ്ലിം കുട്ടികളായിരിക്കും, ബാക്കി 1-2 ക്രിസ്ത്യൻ കുട്ടികളോ ഹിന്ദു കുട്ടികളോ ആയിരിക്കും. പതുക്കെ ഈ മുസ്ലിം കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ഈ ഹിന്ദു പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിശ്വാസങ്ങളെ, മതവിശ്വാസങ്ങളെ, മതപരമായ അറിവിനെയൊക്കെ ചോദ്യം ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങളുടെ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണ്, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് തെറ്റാണെന്ന് നിങ്ങളുടെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യും. ഈ സാമൂഹ്യ പരിഷ്കർത്താവ് പറഞ്ഞ ഒരു പ്രത്യേക ഭാഗം മാത്രമാണ് എടുക്കുന്നത്, ബാക്കി എടുക്കുന്നില്ല. അത് പറയാൻ എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് CD-കളുണ്ട്, അതിനുവേണ്ടി പ്രഭാഷണങ്ങൾ നടത്തിയതുണ്ട്. ഇതെല്ലാം എടുത്ത് വളരെ കൃത്യമായിട്ട് ഈ വെട്ടിമുറിച്ച് തുന്നി ചേർത്തിരിക്കുന്ന പല സാധനങ്ങൾ ഇവരുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കും. ഈ കുട്ടികൾ പാവം ഇതെന്താണെന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ആരാധന, വിഗ്രഹാരാധന തെറ്റാണ് എന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്ന ഒരു ഹിന്ദു കുട്ടിയുടെ ആ ആത്മവിശ്വാസം മുഴുവനും നഷ്ടപ്പെടും. അതിൻ്റെ ആ പാരമ്പര്യത്തിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടും, സംസ്കാരത്തിനോടുള്ള ഒരു അഭിവാഞ്ച നഷ്ടപ്പെടും. ഇങ്ങനെയെല്ലാം ഈ കുട്ടി അവസാനം പതുക്കെ എന്നിട്ട് ഇതിന് ഇപ്പുറത്ത് മറുമരുന്ന് കൊടുക്കും. എന്താ, ഇസ്ലാമാണ് ഏറ്റവും ശാസ്ത്രീയം, ഇസ്ലാമിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, മരണാനന്തരം സ്വർഗമുണ്ട്, നരകമുണ്ട്, നിങ്ങൾ ഇസ്ലാമായാൽ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിരിക്കുന്നു, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കൃത്യമായി അവിടുന്ന് ഇവിടുന്നുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഉദ്ധരണികൾ നടത്തിക്കൊണ്ട് ഈ കുട്ടിയെ പാവം വലയിലാക്കും. അതെല്ലാം പ്രൊഫഷണൽ കോളേജിലുണ്ട്. പൊയിനാച്ചി ഡെന്റൽ കോളേജിൽ നമ്മൾ കണ്ടല്ലേ, അത് അഖില ഹാദിയയുടെ കാര്യം, നിമിഷ ഫാത്തിമയുടെ കാര്യമൊക്കെ ഏതാനും ഉദാഹരണങ്ങൾ. ഇത് വ്യാപകമായ രീതിയിൽ കേരളത്തിലെ പല കോളേജുകളിലും നടത്തി വരുന്നുണ്ട്. ഇത് വലിയ ചർച്ചയായിരുന്നു. ആ 2008, 9, 10, 11, 12 കാലത്ത് ഇത് വലിയ ചർച്ചയായിരുന്നു. കുറേയൊക്കെ അവയർനെസ് ഉണ്ടായി. പിന്നെ പല ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകളും ഇതിനെതിരെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ മുന്നോട്ട് വന്നു. അതൊക്കെ നടന്നു. പക്ഷെ തിരിച്ചു വന്ന ഒരുപാട് പേരുണ്ട്. അതിനുശേഷം സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനൊരു അപകടമുണ്ടെന്ന് സമൂഹത്തിന് മൊത്തത്തിൽ മനസ്സിലായി. അതുകൊണ്ട് രക്ഷിതാക്കളും കുറേയൊക്കെ ജാഗ്രത കാണിക്കാൻ തുടങ്ങി. അവിടെ പുതിയ പദ്ധതിയായി. അതാണ് ഓരോ സമയത്ത്. അപ്പോൾ ഈ കുട്ടികളെ
കോളേജിൽ ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ വരുന്നു, എൻട്രൻസ് കോച്ചിങ്ങിന് വരുന്നു, അവിടെ നിന്ന് പിടിക്കുന്ന രീതി വിട്ടു. അവിടെ നിന്ന് പിടിക്കുന്ന രീതി വിട്ടിട്ട് ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഈ പറഞ്ഞതുപോലെ ഒരു മുജാഹിദ് ട്രെയിൻഡ്, ജമാഅത്ത് ഇസ്ലാമി ട്രെയിൻഡ്, SIO ട്രെയിൻഡ് ഒരാൾ വരുന്നു. ആ ആൾ അവിടെ ഇരുന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ പ്രൊഫഷണലായിട്ട് മതം മാറ്റിക്കൊണ്ടിരുന്നതാണ്, എനിക്ക് നേരിട്ടറിയാം. അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ അവിടുത്തെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു സാറാണ് ഇതിന് നേതൃത്വം വഹിച്ചിരുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ നോക്കൂ, ഏത് പ്രൊഫഷണൽ കോളേജിന്റെ മുമ്പിലും ഒരു മുസ്ലിം പള്ളി ഇപ്പോൾ ഉണ്ടാവും. അതിന് പറയുന്നത് എന്താന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാൻ ഇവർ കോളേജിലും സ്കൂളിലും ഒക്കെ ക്ലാസ് മുറികൾക്കകത്ത് പോലും നിസ്കരിക്കുന്ന പരിപാടി ഇപ്പോൾ ഉണ്ട്. അതൊക്കെ ഇപ്പോഴല്ല, വർഷങ്ങളായിട്ട് അതുണ്ട്. പറയുന്നത് ഈ മുസ്ലിം പള്ളിയോടനുബന്ധിച്ച് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റോ എന്തെങ്കിലും കാണും. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം ഈ മുസ്ലിം കുട്ടികളെ കൊണ്ട് ഹിന്ദു കുട്ടികളെ വിളിപ്പിക്കും. എന്താ? ബിരിയാണി. ബിരിയാണി ഉണ്ട്. ഈ ബിരിയാണി കിട്ടുമ്പോഴത്തെ ഇവിടുന്ന് ചാടി അങ്ങോട്ട് ചെല്ലും. ഈ നമ്മളൊന്നും ഇത് ചിന്തിക്കുന്നില്ലല്ലോ. ഈ പറയുന്നത് പോലെ ഇത് മതം മാറ്റാനുള്ള ഒരു ശ്രമമാണെന്നോ തട്ടിപ്പാണെന്നോ ഒന്നും ആരും ആലോചിക്കുന്ന പോലും ഇല്ലല്ലോ. സത്യത്തിൽ എത്ര നിഷ്കളങ്കരാണ് കുട്ടികൾ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, ഇതിലൊക്കെ കുറച്ച് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ ഒരാളിരിക്കുന്നു. അയാൾ അവിടെ ഈ പറയുന്നതുപോലെ ജോലിക്ക് ആളെ എടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ എടുക്കുന്ന ആളിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സാമ്പത്തിക പശ്ചാത്തലം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് എടുക്കുന്നത്. അതായത് ഈ ജോലി ഇയാൾക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്, അത്യന്താപേക്ഷിതമാണ്. ഈ ജോലി ഇല്ലെങ്കിൽ ഇയാൾ നട്ടം തിരിയും, ആണായാലും പെണ്ണായാലും. അങ്ങനെ ഇവരെ ജോലിക്കെടുക്കുന്നു. ജോലിക്കെടുത്തിട്ട് അതിനകത്ത് ഇവരുടെ ഒരു ഗ്യാങ് അതിനകത്തുണ്ടാവും. ഈ ഗ്യാങ് ആണ് പിന്നെ ഇവരെ കൈകാര്യം ചെയ്യുന്നത്. ഈ കൈകാര്യം ചെയ്യുന്ന നോക്കൂ, ആലോചിച്ച് നോക്കൂ, ടാറ്റ പോലെ ഒരു വലിയ കമ്പനിയിൽ, അതായത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇതുപോലെ മതപരിവർത്തന ശ്രമം നടന്നു. അതും ഒരു HR മാനേജറുടെ നേതൃത്വത്തിൽ, ഒരു ലേഡി HR മാനേജറുടെ നേതൃത്വത്തിൽ ഇത് നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഭയാനകത മനസ്സിലാക്കും. അതൊക്കെയാണ് അവരുടെ തന്ത്രം. ലേഡി ആവുമ്പോൾ ചെയ്യില്ല, നമ്മൾ വിചാരിക്കും ചെയ്യില്ല, ലേഡി ആവുമ്പോൾ സംശയിക്കില്ല. ഇതൊക്കെയാണ് വളരെ ആസൂത്രിതമായിട്ട്. ഈ TCSലെ കേസ് തന്നെ അന്വേഷിച്ച് ചെന്നപ്പോൾ അത് മലേഷ്യയിലെ ഒരു മതപരിവർത്തന എന്താ പറയുക, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പുരോഹിതനിലേക്കാണ്, ഇമ്രാൻ എന്ന് പേരുള്ള ഒരു ഇമാമിലേക്കാണ് അത് ചെന്നെത്തി നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ പുറകിലുണ്ടായിരുന്നത് കാശ്മീരിലെ ഒരു ഇമാമാണ്. വൈറ്റ് കോളർ ടെററിസത്തിന് എല്ലാ പ്രോത്സാഹനവും കൊടുത്തത്, അതിന് ആളും അർത്ഥവും ആയുധവും കൊടുത്തത്, പരിശീലനം കൊടുത്തത് ഒരു ഇമാമാണ്. ഇതാണ് ഇവിടെ വളരെ കൃത്യമായിട്ട്. TCSലെ നോക്കിയാലേ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ അടക്കം. അതെല്ലാം ഇതെല്ലാം മുസ്ലിംസ് ആണെന്നുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്രയും മുസ്ലിംസ് ജോലിക്ക് കയറുന്നു. ആ ജോലിക്ക് എല്ലാ മേഖലയിലും അവരുടെ പേരും കൂടി എന്ന് പറഞ്ഞേക്കാം. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് പേരൊന്ന് ഞാൻ പറഞ്ഞേക്കാം. അതാണ് റാസ മേമൻ, ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അക്തർ, ഷാറൂഖ് ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആഷിഫ് അഫ്താൻ അൻസാരി, HR മാനേജർ നിദ ഖാൻ. അതാണ് സ്ത്രീ. ഇത്രയും പേർ ചേർന്നാണ്, അതായത് ഒരു സ്ഥാപനത്തിൽ 7 പേർ പ്രധാനപ്പെട്ട പദവികളിൽ മുസ്ലിങ്ങൾ. അതായത് വളരെ പ്ലാൻഡായ ഓപ്പറേഷൻ അതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നു. വളരെ പ്ലാൻഡായ ഓപ്പറേഷൻ. IT മേഖലയിൽ നേരത്തെ മുതൽ തന്നെ ഈ ബോംബ് ഉണ്ടാക്കാനും ഒക്കെ തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന IT മേഖല. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് ഏറ്റവും എളുപ്പം ഈ ബോംബ് ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നവരെയാണ്. അപ്പോ ആ IT മേഖലയിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ ഇത്രയും പേർ വരെ, ഒരുപക്ഷെ ഇതിന്റെ പിറകിൽ ടാറ്റയെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ട്. അത് നമ്മൾ 2 ലക്ഷ്യമാണ്. ഒന്ന്, ടാറ്റ തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ടാറ്റയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല ശ്രീല, ഇതിനകത്ത് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇപ്പൊ എന്ത് പറ്റി, നമ്മള് ഈ അറസ്റ്റിലായ 7 പേരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പൊ റിമാൻഡിലായിരിക്കുന്ന 7 പേരും മുസ്ലിങ്ങളാണ്. അപ്പൊ നമ്മൾ ഏത് മുസ്ലിമിനെ കാണുമ്പോഴും നമ്മൾ പേടിക്കും, ഭയപ്പെട്ട് നമ്മൾ ഇവരെ അകറ്റി നിർത്തും. അപ്പോൾ നോക്കൂ, സമൂഹത്തിൽ ഒരു വിടവുണ്ടായി, ഒരു അകൽച്ചയുണ്ടായി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചു വന്നു, കോളേജിൽ പഠിച്ചു വന്നു, എത്ര മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമുക്ക് അവരോടൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, അവർക്ക് നമ്മളോടും ഇല്ല.
അവരൊന്നും നമ്മുടെ അനാവശ്യമായി നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു സ്പർദ്ധ ഉണ്ടാകുകയാണ്. അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാകുകയാണ്. ഇത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കൃത്യമായി തീവ്രവാദ ഭീകര ബന്ധമുള്ള ആൾക്കാർ വാസ്തവത്തിൽ മുസ്ലിങ്ങളെ ബലിയാടാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ഇതര സമുദായങ്ങൾക്ക് ശത്രുവാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു പണി. സത്യം പറഞ്ഞ RSS അല്ല, RSSോ സംഘപരിവാർ സംഘടനകളോ അല്ല മുസ്ലിങ്ങളെ എഴുതി കാണിക്കുന്നത്. ഇതുപോലെയുള്ള ഭീകര പ്രവർത്തനം നടത്തുന്നവരാണ്. നോക്കൂ, സക്കീർ നായിക്കിന്റെ ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ ആരിഫ് ഹുസൈനും ജബ്ബാർ മാഷിനെ പോലെയുള്ളവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അവർ നല്ല രീതിയിൽ ഈ ഇസ്ലാമിനെ മാത്രമല്ല അവർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അവർ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നവരാണ്, അവരെ വിമർശിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത പല നല്ല പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ശരിക്കും ഇസ്ലാമിക ചര്യ എന്താണ്, ദൈവികമായ പദ്ധതി എന്താണ്, എങ്ങനെ മനുഷ്യൻ മൂല്യവത്തായി സദാചാരത്തോടുകൂടി ജീവിക്കണം, ഇതൊക്കെ പറയുന്ന നല്ല പണ്ഡിതന്മാർ എത്രയോ പേരുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾക്കൊന്നും നമുക്കതൊന്നും കേട്ടിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും തോന്നുന്നില്ല. അവർ വളരെ കൃത്യമായിട്ട് എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, എന്താണ് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വിശ്വസിച്ചാൽ മതി, ഞങ്ങൾ ആരെ അടിച്ചേൽപ്പിക്കാൻ വരുന്നില്ല. ഇതുപോലെ ഈ ഹിന്ദുത്വം പറയുന്നവർ, അതുപോലെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നവർ, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ പല ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, ഇതിനകത്ത് വലിയ ലാഭങ്ങൾ, ഇങ്ങനെ മതം മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫണ്ട്, ഇതിനെല്ലാം ലോകത്ത് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സാധാരണക്കാരനായ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഇവരുണ്ടാക്കുക. എന്നിട്ട് ഇരവാദം മുഴക്കും, മുസ്ലിമിനെ വേട്ടയാടുന്നു, ഇസ്ലാമിനെ വേട്ടയാടുന്നു, ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. സത്യത്തിൽ ആരാ ഇതിന് തിരികൊളുത്തിയത്? ഇവർ തന്നെയാണ്. അങ്ങനെ തിരികൊളുത്തിയിട്ട് അവർ തന്നെ കൈകാലിട്ടടിച്ച്, അതായത് വലിയൊരു ആഴമുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടിയിട്ട് അവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് വിളിക്കുകയാണ്, അയ്യോ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ. ഇതാണ് ഇവിടെ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രീല നേരത്തെ പറഞ്ഞ പോലെ TCSനെ തകർക്കാൻ ഉള്ള ശ്രമം തീർച്ചയായിട്ടും, കാരണം ഈ വലിയ മൾട്ടിനാഷണൽ എന്താ പറയുക, ഒരു മത്സരം നടക്കുന്ന മേഖല, അതിന്റെ മറ്റൊരു പതിപ്പാണ് നമ്മൾ TCS കണ്ടിരിക്കുന്നത്. നമ്മൾ ഹരിയാനയിലും കാശ്മീരിലും ഡൽഹിയിലും കണ്ടതിന്റെ മറ്റൊരു പതിപ്പ്. അവിടെ ബോംബ് സ്ഫോടനം നടന്നു, ഇവിടെ മതപരിവർത്തനം നടന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. രണ്ടും അപകടമാണ്. ഇത് രണ്ടിനെയും ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഇസ്ലാമിക സമൂഹം തന്നെയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരാണ് മുന്നോട്ട് വരേണ്ടത്. നിങ്ങളാണ് ഇവരെ, ഈ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വിഭാഗത്തെ ഒതുക്കേണ്ടത് നിങ്ങളാണ്. മാത്രമല്ല ഇതര സമൂഹങ്ങളോട്, ഇതര സമുദായങ്ങളോട് സ്നേഹപൂർവ്വം വർത്തിക്കാനുള്ളത്, വിശ്വാസം എല്ലാവരുടെ വിശ്വാസത്തെയും ബഹുമാനിക്കാൻ, സഹിഷ്ണുതയോടുകൂടി സമീപിക്കാൻ, അല്ലാതെ എന്റെ വിശ്വാസം ശ്രേഷ്ഠമാണ് ബാക്കിയെല്ലാം നികൃഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നോ, ആ പരിപാടി ആര് ചെയ്താലും അത് തെറ്റാണ്, ഒരു സംശയവുമില്ല. അത് ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും തെറ്റാണ്. മറിച്ച് നമുക്ക് സംവാദങ്ങളൊക്കെ ആകാം, ചർച്ചകളാകാം. ഇപ്പോ ഈ പറഞ്ഞ നിരീശ്വരവാദികൾ, രവിചന്ദ്രനെ പോലെയുള്ള അധ്യാപകർ ഒക്കെ വലിയ ചർച്ചകളുമായിട്ട് വരുന്നുണ്ട്. പങ്കെടുക്കൂ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. മതം എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അതിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. വലിയ രീതിയിൽ അത് നാശങ്ങൾ ഉണ്ടാക്കും. സമൂഹത്തിൽ അത് വലിയ വെല്ലുവിളി ആയി തീരും. മനുഷ്യർ തമ്മിലുള്ള ഒരു ഐക്യം അത് ഇല്ലാതാകും എന്നുള്ളതാണ്. നമ്മുടെ നാട് കുട്ടിച്ചോറാകും. അത് സംഭവിക്കാതിരിക്കട്ടെ. TCSൽ അത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെ പല സ്ഥാപനങ്ങളിലും, ചെറുതും വലുതുമായ പല സ്ഥാപനങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. ഇത് ഒളിച്ചു വെക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾ വിജയിക്കില്ല. അത് പുറത്തു വരും. കാരണം സത്യം അങ്ങനെയാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. അതിൻ്റെ വസ്തുതകൾ പുറത്തു വരും. അതാരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ആ ചർച്ച ചെയ്യപ്പെടുന്നതിലൂടെയാണ് ഇതിനൊരു പരിഹാരവും ഉരുത്തിരിയുന്നത്.